അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഏതായാലും നോമ്പൊക്കെ പിടിച്ച് ടയേർഡായോ? 2 നോമ്പ് ആയപ്പോഴേക്ക് ആകെ ടയേർഡായിട്ടുണ്ടോ നമ്മൾ? ഇല്ല അല്ലേ, നമ്മളങ്ങനെ ടയേർഡാവില്ല. നമ്മൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത്? അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ എനിക്ക് പഠിച്ചോൻ ചൂട് തന്നാലും ക്ഷീണം തന്നാലും അതിലൊക്കെ ഞാൻ എൻ്റെ റബ്ബുമായുള്ള പ്രണയത്തെ ബന്ധിക്കണം അല്ലേ? നമ്മുടെ കൽബിൽ യഥാർത്ഥ പ്രണയമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ബുദ്ധിമുട്ടായി തോന്നുന്നത്. ഇപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെടാ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രണയം ഉണ്ടെന്ന് വെക്കാം. യഥാർത്ഥ പ്രണയമാണ്. നിങ്ങൾ ഒരു 2 ജോഡികൾ തമ്മിൽ പ്രണയിക്കുകയാണ്. അപ്പോൾ രാത്രി 1 മണിയായപ്പോൾ അവൾ വിളിക്കുകയാണ്, എടാ നീ ഒന്ന് എൻ്റെ വീടിൻ്റെ ഗേറ്റ് ചാടി കടന്നു വരുമോ? അതിന് വീടിൻ്റെ പുറത്തേക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകാൻ പേടിയുള്ള ചെറുക്കനെയാണ് അവൾ വിളിക്കണത്. രാത്രി 1 മണിയായപ്പോൾ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നെ ഇപ്പം കാണണോടാ, എനിക്ക് നിന്നെ ഇപ്പം കാണണം, ഇപ്പം കാണണം, നീ വരുമോ? പിന്നെന്താ, ഞാൻ ചാടി ഗേറ്റ് ചാടി കടന്നു വരും, മതിൽ ചാടി വരും. എടാ പട്ടി ഉണ്ടാവും അവിടെ, അതിനോട് പോയി ചാവാൻ പറ, ഞാൻ അങ്ങോട്ട് വരും. എന്തേ കാരണം? ഹൃദയത്തിൻ്റെ അകത്ത് പ്രണയം ഉണ്ടായിരുന്നത്. അത് ഹറാമായ പ്രണയം. എന്നാൽ യഥാർത്ഥ പ്രണയം റബ്ബുൽ ആലമീനോട് നമ്മുടെ കൽബിലുണ്ടെങ്കിൽ എല്ലായിടത്തും അള്ളാഹ് എന്ന് പറയുക, ഏത് കാര്യവും നമ്മളെ ചിന്തിപ്പിക്കണത് അള്ളാഹുവിലേക്കായിരിക്കണം. വെള്ളം കുടിക്കുമ്പോഴും അള്ളാഹ്, നോമ്പ് തുറക്കുമ്പോഴും അള്ളാഹ്, അല്ലേ, ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹ്. അതായത് എനിക്ക് കുടിക്കാൻ പറ്റൂല, എന്നെ കുടിപ്പിക്കുന്നത് അള്ളയാണ്. അൽഹംദുലില്ലാ പറയാം ഇല്ല. ഇത്ര നേരം നമുക്ക് നോമ്പ് പിടിക്കാൻ പഠിച്ചാൽ അവസരം തന്നില്ലേ? നോമ്പ് തുറക്കാൻ നേരത്ത് അൽഹംദുലില്ലാ, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ, ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ, തറാവി നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാ, വിത്ർ നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാ. കണ്ടോ, എല്ലായിടത്തും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരു 33 തവണ പറഞ്ഞ് അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ഈ നോമ്പൊക്കെ പിടിക്കുമ്പോൾ എൻ്റെ റബ്ബിന് വേണ്ടി എന്നുള്ള ബോധ്യത്തിൽ ഹംദ് പറയണം. എന്ത് പ്രയാസം നേരിട്ടാൽ അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പ് പിടിച്ചിട്ട് ആ നോമ്പിൻ്റെ റയ്യാൻ എന്ന കവാടം സ്വന്തമാക്കുന്ന, സ്വർഗം സ്വന്തമാക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ചൊല്ലിക്കേ 3 തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഇത് കാരുണ്യത്തിൻ്റെ 10 അല്ലേ? ഇന്നലെ നമ്മൾ പഠിച്ച ആ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ഒരു 11 തവണ ചൊല്ലിക്കേ. യാ അർഹമർ റാഹിമീൻ, 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 യാ അർഹമർ റാഹിമീൻ. റഹ്മാനായ റഹീമായ റബ്ബേ, വിധിയെപ്പോലും നിന്റെ കാരുണ്യം കൊണ്ട് മാറ്റിമറിക്കുന്ന തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല അപകടം, മാരക രോഗങ്ങൾ വല്ലതും നിന്റെ ഖദായിലുണ്ടെങ്കിൽ ഈ ചൊല്ലിയ നാമങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ആ വിധി നീ മാറ്റി എഴുതി ഞങ്ങൾക്ക് ഖൈറാക്കി തരണേ അല്ലാ. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അപ്പോൾ നമ്മൾ ഈ നോമ്പൊക്കെ തുറക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെക്കുറിച്ചും കൂടെയാണ് അല്ലേ? അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നോമ്പ് തുറന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് കുന്നുകൂട്ടി ആഡംബരാക്കി കളയരുത്. നോമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോഗ്യം കൂടെ
വീണ്ടെടുക്കാനുള്ള സംഗതിയാണ്. സൂമു തസിഹു, നോമ്പ് പിടിക്കൂ ആരോഗ്യം ഉണ്ടാക്കൂ എന്നാണ് ഹദീസ്. എന്നിട്ടോ നമ്മൾ നോമ്പ് പിടിച്ചുള്ള ആരോഗ്യം കളയാണ്. റമദാൻ തീരുമ്പോഴേക്ക് ഷുഗറാണ്, പ്രഷറാണ്, മടിയാണ്. എന്തേ കാരണം? വറുത്തതും പൊരിച്ചതും കുന്നുകൂട്ടിയിട്ടതും ഒരുപാട് സാധനങ്ങൾ, ഷുഗറും എല്ലാം ആ നോമ്പിൻ്റെ നിറം കെടുത്തി കളഞ്ഞു. നോമ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെഫ്സ് അമ്മാറയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ നെഫ്സ് അമ്മാറയെ മെരുക്കിയെടുക്കാൻ കുറച്ചൊക്കെ പട്ടിണി സഹിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നെഫ്സ് നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കണില്ല, സുബീക്ക് എണീക്കണില്ല, തഹജ്ജുദിന് എണീക്കണില്ല. എന്തേ കാരണം? വയറ് നിറച്ച് കഴിക്കണത് കൊണ്ടാണ്. ആ വയറ് നിറച്ച് കഴിക്കുക എന്നുള്ള സംഗതി നോമ്പായിട്ട് നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ പറയണത് കേൾക്കൂല. നിസ്കരിക്കാൻ മടിയാണ്. തറാവീഹ് 20 കിട്ടൂല. മടി. ഇഖ്ലാസോട് 2 റക്അത്ത് പോലും കിട്ടൂല. അപ്പോൾ ഭക്ഷണം കുറക്കുക, ആവശ്യത്തിന് കഴിച്ചാൽ മതി. മാത്രമല്ല കുറേ കുഞ്ഞുങ്ങൾ പട്ടിണിയാണ്, അവരെ ഓർക്കുക. നമ്മുടെ കയ്യിൽ ഈ തന്നേക്കണ ഫുഡ് മുഴുവൻ നമുക്ക് കഴിക്കാനുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. പടച്ചോൻ വെറുതെ വിടൂല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു 11 തവണ ചൊല്ലിക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ്. ഈ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നോമ്പുകൾ, മറ്റ് ഇബാദാത്തുകൾ നിന്റെ കാരുണ്യം കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്. അപ്പോൾ ഖൽബിൽ അല്ലാഹനെ കിട്ടി നോമ്പെടുക്കാൻ നമുക്ക് വേണ്ട വസീല ആരാണ്? ഇന്നലെ നമ്മൾ പഠിച്ചു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുത്തെ മദ്ഹ് ഒന്ന് ചൊല്ലിക്കേ അല്ലേ? മുത്തുനബി എത്ര പട്ടിണി കിടന്നു, നമുക്ക് വേണ്ടിയിട്ട് എത്ര കിടന്നു. നോമ്പെടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കണ്ടേ? വേണ്ടേ? ഹബീബിന്റെ അല്പം മദ്ഹ് നമുക്കൊന്ന് ചൊല്ലാം. മക്കത്തൂദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയേ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നൂരത്തോരേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള ഷഫീഅ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല
താണിയേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വന്യരാം അബ്ദുല്ല പുത്രൻ മഹദിയാം ആമീന മോനെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ ദ്രോഹിച്ച നേരം പുഞ്ചിരി തൂകിയ മുല്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂമണം ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മത്തുൽ ആലമീൻ ത്വാഹ ചൊരിയണം ഞങ്ങളിൽ റാഹ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ നബി സലാം അലൈക്കും പിന്നെ സലാം വന്യ സഹബോർക്കും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേക്കായി ഞങ്ങൾ അർപ്പണം മുത്ത് നബി കൈകൾ മുത്തേണം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടവും തൃപ്തിയും വേണ്ടത് ആർക്കൊക്കെയാ? എടാ മുത്തുനബി തൃപ്തിപ്പെട്ടാൽ അല്ലാഹു നമ്മളെ തൃപ്തിപ്പെടൂലേ? അതിന് പറ്റിയൊരു കിടിലൻ സ്വലാത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചൊല്ലിയിട്ടുണ്ട് ആ സ്വലാത്ത്, സ്വലാത്തുൽ ഹുദൂർ. മുത്തുനബിയുടെ സാന്നിധ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇഖ്ലാസോടുകൂടി ഈ സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി തങ്ങൾ നമ്മുടെ അടുത്ത് വരും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അടുത്ത് വരും. മുത്തുനബിയുടെ തിരുനോട്ടം കിട്ടും. ആ സ്വലാത്ത് സ്വലാത്തുൽ ഹുദൂർ, മുത്തുനബിയെ നേരിട്ട് വിളിച്ച് സലാം പറയുന്ന അതിവിശിഷ്ടമായ സ്വലാത്ത് ഒരു 33 തവണ ഒന്ന് ചൊല്ലിയാലോ? മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ അല്ലാഹു സ്വീകരിക്കട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني.
الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني ഹബീബായ തങ്ങളുടെ മദദ് ലഭിക്കാൻ അല്ലാഹുവേ ഈ സദസ്സ് നീ ഒരു നിമിത്തമാക്കണേ അല്ലാ. ഹബീബാൽ ചേർത്ത് പിടിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പിന്നെ പ്രത്യേക ദിവസത്തിൽ ഈ പരിശുദ്ധമായ റമദാനിലെ മനോഹരമായ ഈ ദിവസത്തിൽ നമുക്ക് കുറച്ച് ദിക്റുകൾ, ഹദ്ദാദ് റാത്തീബിലെ ദിക്റുകൾ ഏറ്റവും പോരിശ നിറഞ്ഞതാണ്. ഏത് സമയത്തും നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസുലാക്കാൻ, അതുപോലെ കണ്ണേർ, സിഹർ, അതുപോലെ ഒരുപാട് വിഷം തീണ്ടിയത്, നാവേറ്, അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ, ജോലി നഷ്ടപ്പെട്ട എന്തോ ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്, ആ പ്രതിസന്ധികളെ മുഴുവൻ അലിയിച്ച് കളയുന്നതാണ് ഹദ്ദാദിലെ ദിക്ർ എന്ന് പറയുന്നത്. മനസ്സറിഞ്ഞ് നമുക്ക് ആ ദിക്റുകളൊന്ന് മനസ്സറിഞ്ഞ് ചൊല്ല, സ്ക്രീനിൽ നോക്കി തന്നെ ചൊല്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ചവരെ അള്ളാഹു ചേർത്ത് പിടിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ചൊല്ല, അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله الحمد لله الخير والشر بمشيئة الله بسم الله الحمد لله الخير والشر بمشيئة الله بسم الله الحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهر يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ربنا واعف عنا وامحو الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام 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 يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين يا قوي يا متين اكف شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا أستغفر الله رب البرايا ونستغفر الله من الخطايا
യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ കരുണക്കടലായ റബ്ബ് പൂർത്തീകരിക്കുമാറാകട്ടെ. എല്ലാവരുടെയും സങ്കടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നീക്കിത്തന്ന് റാഹത്തായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹമുറാഹിമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൂരീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണേ അല്ലാഹ്. ഇണകളെ നന്നാക്കണേ അല്ലാഹ്. മക്കളെ നന്നാക്കണേ അല്ലാഹ്. സമാധാനമുള്ള വീടാക്കണേ അല്ലാഹ്. സന്തോഷം നിറഞ്ഞ ഭവനമാക്കണേ അല്ലാഹ്. പൊന്നുമക്കൾ വഴികേടിലാവുന്നതിൽ നിന്ന് കാവലേകണയല്ല. അവരെഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകണയല്ല. മക്കളെ ഓർത്തു പൊട്ടിക്കരയുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. പടച്ചവനെ നേർവഴി കാണിക്കണയല്ല, നേർവഴി കാണിക്കണേ ചമ്പുരാനെ. യാ റബ്ബനാ യാ റബ്ബനാ, പടച്ചവനെ നിന്റെ കാവൽ നൽകണയല്ല. അസ്ഹാബുൽ ബദരീങ്ങളുടെ നദറ നൽകണയല്ല. എത്രയെത്ര അസുഖബാധിതരാണ് ഞങ്ങളിലുള്ളത്. മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പരിപൂർണ സൗഖ്യം നൽകണയല്ല. ആജിലും കാമിലുമായ ശിഫാ നൽകണയല്ല. മനസ്സ് നന്നാക്കണയല്ല. റമളാനിന്റെ പുണ്യം ആസ്വദിക്കാൻ തൗഫീഖ് നൽകണയല്ല. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. നാവേറ് ബാത്തുലാക്കണയല്ല. ശാപങ്ങൾ ബാത്തുലാക്കണയല്ല. ഷർറുകളെല്ലാം നീ തട്ടിക്കളയണയല്ല. ഞങ്ങളുടെ വീടകം സമാധാനത്തിന്റെ കേന്ദ്രമാക്കണയല്ല. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണയല്ല. പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, ബറക്കത്ത് ചെയ്യണയല്ല. ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, എല്ലാവരുടെയും ഖബർ വെളിച്ചമാക്കണയല്ല. ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കണയല്ല. തറാവീഹ് സ്വീകരിക്കണയല്ല. വിത്ർ സ്വീകരിക്കണയല്ല. തഹജ്ജുദ് സ്വീകരിക്കണയല്ല. മറ്റ് നന്മകൾ സ്വീകരിക്കണയല്ല. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത് നീ സ്വീകരിക്കണയല്ല. അതു നിമിത്തം ഞങ്ങളെ നീ ചേർത്ത് പിടിക്കണേ തമ്പുരാനെ. നിന്റെ ഹബീബിന്റെ മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. കഅബാലയം തവാഫ് ചെയ്യാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാൻ എതിരാകുന്ന ഹതഭാഗ്യരിൽ നീ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.